നമസ്കാരം, KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സർക്കാരിന്റെ സഹായഹസ്തം, കടങ്ങൾ എഴുതിത്തള്ളുമെന്ന് മന്ത്രി KP മോഹനൻ. ജനസമ്പർക്ക പരിപാടി ലഭിച്ച മുഴുവൻ പരാതികൾക്കും തീർപ്പ് കൽപ്പിക്കും. ഓഗസ്റ്റ് 7-നകം പൂർത്തിയാക്കുമെന്ന് ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന വർഗീയ ശക്തികൾക്കെതിരെ DYFI. ആഗസ്റ്റ് 1-ന് മതനിരപേക്ഷ ക്യാമ്പയിൻ. KSRTCയെ തകർക്കാനുള്ള തീരുമാനത്തിനെതിരെ വൻ പ്രതിഷേധം. KSRTCയെ തകർക്കാനുള്ള ഗൂഢനീക്കം തിരിച്ചറിയണമെന്ന് KSRT എംപ്ലോയീസ് അസോസിയേഷൻ. തടഞ്ഞുവെച്ച അലവൻസ് ഓണത്തിന് മുമ്പ് നൽകണമെന്ന് ആവശ്യം. സമ്പാദ്യ പദ്ധതി ഏജന്റ് അസോസിയേഷൻ സമരരംഗത്ത്. വിശദമായ വാർത്തകളിലേക്ക്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ഗവൺമെന്റിന്റെ സഹായഹസ്തം, കടങ്ങൾ എഴുതിത്തള്ളുമെന്ന് മന്ത്രി KP മോഹനൻ പറഞ്ഞു. 10.90 കോടി രൂപയുടെ കടങ്ങളാണ് എഴുതിത്തള്ളുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ആശ്വാസമായി സർക്കാരിന്റെ പുതിയ തീരുമാനം നിലവിൽ വന്നു. കടങ്ങൾ എഴുതിത്തള്ളാൻ തിരുവനന്തപുരത്ത് ചേർന്ന അടിയന്തര മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. 2 ലക്ഷത്തിലധികം കടബാധ്യതയുള്ള 267 പേരുടെ 5.88 കോടി രൂപയും 50,000 രൂപ കടബാധ്യതയുള്ള 591 പേരുടെയും 5,001 മുതൽ 1 ലക്ഷം രൂപ വരെയുള്ള 331 പേരുടെയും കടങ്ങളാണ് എഴുതിത്തള്ളാൻ തീരുമാനിച്ചത്. ഇത് മൊത്തത്തിൽ 1,191 പേർക്കാണ് ലഭ്യമാവുക. ജില്ലയുടെ ചുമതലയുള്ള കൃഷിമന്ത്രി KP മോഹനനാണ് ഇക്കാര്യം അറിയിച്ചത്. മൊത്തം 10.90 കോടി രൂപ ഇതിനായി വകയിരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ദുരിതബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളണമെന്നാവശ്യപ്പെട്ട് എൻഡോസൾഫാൻ പീഡിത മുന്നണി ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കാനിരിക്കുകയായിരുന്നു. ഇങ്ങനെയൊരു പ്രഖ്യാപനം വന്നതോടെ ദുരിതബാധിതർക്ക് താൽക്കാലികമായ ഒരു ആശ്വാസമായിരിക്കുകയാണ്. ജനസമ്പർക്ക പരിപാടിയിൽ ലഭിച്ച മുഴുവൻ പരാതികൾക്കും തീർപ്പ് കൽപ്പിക്കും. ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീറാണ് ഇക്കാര്യം അറിയിച്ചത്. ഓഗസ്റ്റ് 7-നകമാണ് തീർപ്പ് കൽപ്പിക്കുക. ജനസമ്പർക്ക പരിപാടി കരുതൽ 2015 ലഭിച്ചവയിൽ വിവിധ വകുപ്പുകളിൽ അവശേഷിക്കുന്ന മുഴുവൻ പരാതികളും ഓഗസ്റ്റ് 7-നകം തീർപ്പ് കൽപ്പിക്കണമെന്ന് ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. കലക്ടറുടെ ചേംബറിൽ ചേർന്ന ജില്ലാതല ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് നിർദ്ദേശം നൽകിയത്. അടിയന്തര പ്രാധാന്യമുള്ളവ വെള്ളി ശനി ദിവസങ്ങളിലായി തീർപ്പ് കൽപ്പിക്കും. പഴയ അപേക്ഷകളിൽ ബാക്കിയുള്ളവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും തുക ലഭ്യമാക്കുന്നതിനും അടിയന്തര നടപടിയെടുക്കും. ADM H ദിനേശൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിവിധ വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥർ, തഹസിൽദാർ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. KSRTCയെ തകർക്കാനുള്ള നീക്കത്തിനെതിരെ യൂണിറ്റ് തല പ്രതിഷേധം. KSRTC എംപ്ലോയീസ് അസോസിയേഷൻ നേതൃത്വത്തിലാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. നിരവധി തൊഴിലാളികൾ ധർണയിൽ പങ്കെടുത്തു. KSRTCയെ പൂർണ്ണമായി തകർക്കാനുള്ള മന്ത്രിസഭാ തീരുമാനത്തിനെതിരെ KSRT എംപ്ലോയീസ് അസോസിയേഷൻ CITU നേതൃത്വത്തിൽ യൂണിറ്റ് തല പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ധർണ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. മുൻകാലങ്ങളിൽ ആക്ഷേപം ഉയർത്തിയത് തൊഴിലാളികളെ സംബന്ധിച്ച് KSRTC തൊഴിലാളികളാണ് ഇതിനെല്ലാം ഉത്തരവാദി എന്നവർ പറഞ്ഞു. എന്നാൽ തൊഴിലാളികളില്ലാതെ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ പറ്റുമോ? അത് നടക്കില്ല എന്നത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ എവിടെയാണ് കുഴപ്പം വന്നത്? ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. കുഴപ്പം സംഭവിക്കുന്നത് ഇതിൻ്റെ മാനേജ്മെൻറ്റാണ്. ആരാ ഇതിൻ്റെ മാനേജ്മെൻറ്റ്? ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് ലാഭകരമായി ശാസ്ത്രീയമായി KSRTCയെ കൊണ്ടു നടന്നാൽ ഈ വ്യവസായവും മറ്റെല്ലാ വ്യവസായം പോലെ തന്നെ ലാഭകരമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. K കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. പുനരുദ്ധാരണ പാക്കേജ് എന്ന പേരിൽ KSRTCയെ തകർക്കാൻ സർക്കാർ ശ്രമിക്കുകയാണ്. 2001-2006 കാലഘട്ടത്തിൽ ചൗധരി കമ്മിറ്റിയുടെ ചുവട് പിടിച്ച് ഈ സർക്കാർ KSRTCയിൽ നടപ്പാക്കാൻ ആരംഭിച്ച വികസന മരവിപ്പിക്കലിന്റെ നവീകരണ രൂപമാണിത്. ഷെഡ്യൂളുകളുടെയും ജീവനക്കാരുടെയും എണ്ണം ഗണ്യമായി കുറച്ച് KSRTCയെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അടച്ചിട്ട മുറിക്കുള്ളിൽ ഇരുന്ന് നേരത്തെ തയ്യാറാക്കിയ തിരക്കഥ അനുസരിച്ച് മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും ബസ് മുതലാളിമാരും ചേർന്ന് KSRTCയെ തകർക്കാനുള്ള ഡീൽ ഉറപ്പാക്കുമ്പോൾ അത് KSRTCയുടെ മരണ വാറണ്ടായി മാറുകയാണ്. തെല്ലൊരു ഇടവേളയ്ക്ക് ശേഷം സർക്കാർ വീണ്ടും ശക്തമായ കടന്നാക്രമണത്തിന് ഒരുങ്ങുകയാണ്. അവശേഷിക്കുന്ന 10 മാസത്തിനുള്ളിൽ KSRTCയെ പൂർണ്ണമായും തകർക്കുന്നതിനുള്ള സമയബന്ധിത പരിപാടി തയ്യാറാക്കി കഴിഞ്ഞു. ഇത് പ്രാവർത്തികമായാൽ 84,000 കുടുംബങ്ങളാണ് വഴിയാധാരമാകാൻ പോകുന്നത്. ഇതിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് യൂണിറ്റ് തല പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്.
യോഗത്തിൽ മോഹൻ പാടി, കെ ഭാസ്കരൻ, പ്രേംകുമാർ, രവീന്ദ്രൻ കൊടക്കാട്, കെ രാമകൃഷ്ണൻ, MS കൃഷ്ണകുമാർ, PV രതീശൻ എന്നിവർ സംസാരിച്ചു. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന വർഗീയ ശക്തികൾക്കെതിരെ മാനവികതയുടെ സന്ദേശവുമായി ഡിവൈഎഫ്ഐ മാനിഷാദ ക്യാമ്പയിൻ സംഘടിപ്പിക്കും. ഓഗസ്റ്റ് 1 വൈകിട്ട് 4 മണിക്ക് വർഗീയ വിരുദ്ധ മതനിരപേക്ഷ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. നാടിന്റെ നൊമ്പരമായി മാറിയ കണ്ണോത്തെ ഫഹദിന്റെയും മീനാപ്പീസ് കടപ്പുറത്തെ അഭിലാഷിന്റെയും കൊലപാതകങ്ങൾ പ്രതിഷേധാർഹവും ക്രൂരവുമാണെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു. ഇത്തരം കൊടും ക്രൂരതകൾ ആവർത്തിക്കപ്പെടുന്നത് ചെറുക്കപ്പെടണം. ജനങ്ങളെ ന്യൂനപക്ഷമെന്നും ഭൂരിപക്ഷമെന്നും വേർതിരിക്കുന്ന വർഗീയ ശക്തികൾക്കെതിരെ മാനവികതയിലൂന്നിയ ക്യാമ്പയിൻ നടത്താനാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം. ഒരു പിഞ്ചുകുട്ടിയെ പോലും ഇത്ര ദാരുണമായി കൊലപ്പെടുത്താൻ കഴിയുന്ന നിലയിലേക്ക് ഒരു ക്രിമിനലിന്റെ മാനസികാവസ്ഥ വളർത്തിയത് തീർച്ചയായും അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ആശയം അദ്ദേഹത്തെ കടുത്ത മനുഷ്യവിരോധിയാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. വർഗീയത മനുഷ്യന്റെ മനസ്സിനെ എത്രമാത്രം മൃഗീയമാക്കി മാറ്റി തീർക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഫഹദിന്റെ കൊലപാതകം. ആഗസ്റ്റ് 1 വൈകിട്ട് കാഞ്ഞങ്ങാട്ട് മാനിഷാദ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ കെ മണികണ്ഠൻ, ശിവജി വെള്ളിക്കോത്ത്, രതീഷ് തെരിക്കാട്ട് എന്നിവർ പങ്കെടുത്തു. തടഞ്ഞുവെച്ച മുഴുവൻ അലവൻസും ഓണത്തിന് മുമ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു സമരം. ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് M സുമതി ഉദ്ഘാടനം ചെയ്തു. നേരത്തെ തന്നെ ദേശീയ സമ്പാദ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കളക്ഷൻ നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്കുള്ള ആനുകൂല്യങ്ങൾ മോശമല്ലാത്ത രീതിയിൽ കഠിനാധ്വാനമാണെങ്കിൽ പോലും ജീവിച്ചു പോകാൻ പറ്റുന്ന രീതിയിൽ കമ്മീഷൻ കിട്ടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു, ആനുകൂല്യങ്ങൾ കിട്ടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ഒട്ടേറെ സ്ത്രീകൾ മറ്റ് ജോലിക്ക് ശ്രമിച്ച് ജോലി കിട്ടാത്ത നല്ല അഭ്യസ്തവിദ്യരായിട്ടുള്ള ഒട്ടേറെ സ്ത്രീകൾ ഈ ദേശീയ സമ്പാദ്യ പദ്ധതിയുമായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. PV ശാന്ത അധ്യക്ഷത വഹിച്ചു. 2011 ഡിസംബർ മുതൽ 2012 മെയ് വരെയുള്ള തടഞ്ഞുവെച്ച അലവൻസ് അനുവദിക്കുക, 2014 നവംബർ മുതൽ 2015 ജൂൺ വരെയുള്ള അലവൻസ് ഓണത്തിന് മുമ്പ് അനുവദിക്കുക, ആശ്രിത നിയമനം നടപ്പിൽ വരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റ്സ് അസോസിയേഷൻ മാർച്ച് സംഘടിപ്പിച്ചത്. ജില്ലാ സെക്രട്ടറി N ജാനകി, സിന്ധു, ശോഭ, സരസ്വതി തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ആവാസ വ്യവസ്ഥയിൽ കടുവകൾക്കുള്ള പ്രാധാന്യം അറിയിച്ച് തെരുവത്ത് ഗവൺമെന്റ് LP സ്കൂൾ വിദ്യാർത്ഥികൾ. ലോക കടുവ ദിനാചരണത്തിന്റെ ഭാഗമായി കടുവ വേഷം ധരിച്ച കുട്ടികൾ റാലി നടത്തി. പ്രകൃതിയിലെ ജനിതക വൈവിധ്യത്തിന്റെ ആവാസ വ്യവസ്ഥയുടെ രക്ഷകരാണ് കടുവകൾ. കടുവകൾ കാടിന്റെ കരുത്ത് എന്ന സന്ദേശവുമായാണ് തെരുവത്തെ കുട്ടികൾ കഴിഞ്ഞ ലോക കടുവ ദിനം ആചരിച്ചത്. 100 കൊല്ലം മുമ്പ് 1 ലക്ഷം കടുവകൾ ഉണ്ടായിരുന്നത് ഇന്ന് 3000 കുറഞ്ഞിരിക്കുകയാണ്. ഇനിയും 100 കൊല്ലം കഴിഞ്ഞാൽ കടുവകൾ ഉണ്ടാകുമോ എന്ന ആശങ്കയാണ് കുട്ടികൾ പങ്കുവച്ചത്. കടുവയുടെ ചിത്രം ആലേഖനം ചെയ്ത ബാഡ്ജുകൾ ധരിച്ചാണ് കുട്ടികൾ എത്തിയത്. കടുവ വേഷം ധരിച്ച കൂട്ടുകാർക്കൊപ്പം കുട്ടികൾ റാലിയിൽ പങ്കെടുത്തു. റാലിക്ക് P അബ്ദുൾ റഹ്മാൻ, P രാധ, KK രാഘവൻ എന്നിവർ നേതൃത്വമേകി. ബങ്കരമഞ്ചേശ്വരം ശ്രീ കാളിക പരമേശ്വരി ക്ഷേത്രത്തിൽ ചതുർമാസ വ്രതാനുഷ്ഠാനം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി നിരവധി വിശേഷാൽ പൂജയും നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. ചാതുർമാസ്യ വ്രതാനുഷ്ഠാനം വെള്ളിയാഴ്ച രാവിലെ മുതൽ ബങ്കരമഞ്ചേശ്വര ശ്രീ കാളിക പരമേശ്വരി അമ്പലത്തിൽ ആരംഭിച്ചു. അതിന്റെ ഭാഗമായി കാളഹസ്തേന്ദ്ര സരസ്വതി സ്വാമികളുടെ പീഠാരോഹണവും നടന്നു. ശ്രീ ആനഗുന്തി ജഗദ്ഗുരു മഹാസംസ്ഥാനത്തിന്റെ സ്വാമിയായ കാളഹസ്തേന്ദ്ര സരസ്വതി അവരുടെ വ്രതാനുഷ്ഠാനം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി വിശേഷാൽ പൂജ, വൈദിക കാര്യങ്ങൾ, പാദപൂജ എന്നിവ നടന്നു. ചടങ്ങുകൾക്ക് കൊല്ലിയ ഉമേശാചാര്യ, കമലാക്ഷാചാര്യ, ഗംഗാധരാചാര്യ, വെങ്കട്ടരമണ ആചാര്യ എന്നിവർ നേതൃത്വം നൽകി. സെപ്റ്റംബർ 28 വരെയാണ് സ്വാമികളുടെ വ്രതാനുഷ്ഠാനം നടക്കുക. ഇതിന്റെ ഭാഗമായി നിരവധി സെമിനാറുകളും സംഘടിപ്പിക്കും. വ്യാഴാഴ്ച തലപ്പാടിയിൽ വെച്ച് കാളഹസ്തേന്ദ്ര സരസ്വതി സ്വാമിയെ സ്വീകരിക്കുകയുണ്ടായി. തുടർന്ന് നടന്ന ചടങ്ങിൽ ഹിരണ്യ വെങ്കടേഷ് ഭട്ട് മുഖ്യപ്രഭാഷണം നടത്തി. ബ്രഹ്മചര്യ, ഗാർഹസ്യ,
ವಾನಪ್ರಸ್ಥ ಸನ್ಯಾಸ ಎಂಬ 4 ಆಶ್ರಮಗಳು. ಇದರಲ್ಲಿ ಬ್ರಹ್ಮಚರ್ಯ ಎಲ್ಲರಿಗೂ ಕಡ್ಡಾಯವಾಗಿ ವಿಧಿಸಲ್ಪಟ್ಟಿದೆ, ಗಾರ್ಹಸ್ಥ್ಯವು ಎಲ್ಲರಿಗೂ ವಿಧಿಸಲ್ಪಟ್ಟಿದೆ, ವಾನಪ್ರಸ್ಥ ಮತ್ತು ಸನ್ಯಾಸ ಐಚ್ಛಿಕವಾಗಿ ಪ್ರತಿಯೊಬ್ಬರೂ ವಾನಪ್ರಸ್ಥಿಯಾಗಬೇಕು ಎನ್ನುವ ನಿಯಮ ಇಲ್ಲ. ಅವನಿಗೆ ಇಚ್ಛೆ ಇದ್ರೆ ಅವನು ವಾನಪ್ರಸ್ಥಾಶ್ರಮವನ್ನು ಸ್ವೀಕರಿಸುವುದು, ಅವನಿಗೆ ಇಚ್ಛೆ ಇದ್ರೆ ಅವನು സന്യാസാശ്രമವನ್ನು സ്വീകരിച്ചു. ഗോപാല ഷെട്ടി അരിബൈലു അധ്യക്ഷനായി. കാളഹസ്തേന്ദ്ര സരസ്വതി ഭക്തരെ ആശീർവദിച്ച് സംസാരിച്ചു. ചടങ്ങിൽ ഗോപാലകൃഷ്ണ തന്ത്രി, കർണാടക മുൻ MLA നാഗരാജ് ഷെട്ടി, തുളു അക്കാദമി പ്രസിഡന്റ് സുബ്ബറായി, മഞ്ജു ഭണ്ഡാരി, ജയപാൽ ഷെട്ടി, രവീന്ദ്ര റാവു, ദിനേശ് ഹെഗ്ഡെ എന്നിവർ സന്നിഹിതരായി. സ്വാമിയെ പൂർണ്ണ കുംഭം നൽകി ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ പദ്ധതി രൂപീകരണ ശില്പശാല സംഘടിപ്പിച്ചു. കുന്നുമ്മൽ അഡ്വക്കേറ്റ് കെ പുരുഷോത്തമൻ സ്മാരക ഗ്രന്ഥാലയത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന് ആദരാഞ്ജലികൾ അർപ്പിച്ചാണ് ശില്പശാല ആരംഭിച്ചത്. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ 2015-16 വർഷത്തെ വികസന പദ്ധതികൾക്കായി അനുവദിച്ച ഗ്രാന്റ് വിനിയോഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ഉചിതമായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ ശില്പശാലകൾ ചർച്ച ചെയ്തു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഫണ്ട് മുഴുവനും എത്താത്തതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷവും ഒക്കെ തന്നെ അംഗീകരിച്ച പദ്ധതിയിൽ ചിലത് മാറ്റിവെക്കേണ്ടതായിട്ട് വന്നു. ഈ വർഷവും അത് വേണ്ടി വരില്ല എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. എന്നാലും പിന്നെ ഇപ്പോഴുള്ള സ്ഥിതിഗതികൾ വെച്ച് നോക്കിയാൽ നമുക്ക് പദ്ധതികൾ, അംഗീകരിക്കുന്ന പദ്ധതികൾ പൂർണ്ണമായിട്ടും നടപ്പിൽ വരുത്താൻ സാധിക്കുമെന്നുള്ള നേരിയ പ്രതീക്ഷ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഗഡു റിലീസ് ചെയ്തിട്ടില്ല, ഓർഡറായിട്ടുണ്ട്. നമുക്ക് 4 ഗഡുക്കളായിട്ടാണ് ഗവൺമെന്റിന്റെ ഫണ്ട് നൽകുന്നത്. ഡോക്ടർ P. പ്രഭാകരൻ അധ്യക്ഷനായി. PVK പനയാൽ പദ്ധതി രേഖ അവതരിപ്പിച്ചു. PK അഹമ്മദ് ഹുസൈൻ, P. ദാമോദരൻ, AR സോമൻ, വാസു ചേറോട്, AK ശശിധരൻ, T. രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. താലൂക്ക് സ്കൂൾ ടീച്ചേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. നിരവധി വിദ്യാർത്ഥികൾ ചടങ്ങിൽ പങ്കെടുത്തു. കാസർഗോഡ് താലൂക്ക് സ്കൂൾ ടീച്ചേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ SLC ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് അവാർഡ് വിതരണവും അനുമോദനവും സംഘടിപ്പിച്ചു. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് H. ദിനേശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പറഞ്ഞതുപോലെ നമ്മൾ വലിയ സ്വപ്നങ്ങളാണ്. എൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്വപ്നം എത്താൻ പറ്റിയെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ മലയാളി ഡെപ്യൂട്ടി ഡോക്ടർ റാങ്കിൽ എത്തിയത് എൻ്റെ പരിശ്രമം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. C. ശാന്തകുമാരി അധ്യക്ഷയായി. ഉപഹാര വിതരണം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ C. രാഘവൻ നിർവഹിച്ചു. അധ്യാപക മേഖലയിൽ കാസർഗോഡ് താലൂക്ക് കേന്ദ്രമായി 1988 മുതൽ പ്രവർത്തിച്ചു വരുന്ന അധ്യാപക സഹകരണ സംഘം SLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മികച്ച വിജയം നേടുന്ന സംഘം മെമ്പർമാരുടെ മക്കൾക്കാണ് അവാർഡ് നൽകിയത്. ബുധനാഴ്ച ഫോർട്ട് റോഡിലുള്ള സംഘം ഓഫീസിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. KSTA സംസ്ഥാന നിർവാഹക സമിതി അംഗം K. രാഘവൻ, KSTA ജില്ലാ സെക്രട്ടറി A. പവിത്രൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് AK. സദാനന്ദ എന്നിവർ ആശംസ നേർന്ന് സംസാരിച്ചു. ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്ന പുതിയ കണ്ടത്തെ അശോകന് നാട്ടുകാരുടെ സഹായഹസ്തം. ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ചാണ് സഹായ ധനം കൈമാറിയത്. ദീർഘകാലമായി വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന പുതിയ കണ്ടം കൊള്ളിക്കാട്ടെ അശോകനെ സഹായിക്കാനായി നാട്ടുകാർ രംഗത്തിറങ്ങി. ശസ്ത്രക്രിയക്ക് പണമില്ലാതെ വിഷമിക്കുന്ന അശോകന് ചികിത്സാ സഹായം എത്തിക്കാൻ നാട്ടുകാർ കൈകോർക്കുകയായിരുന്നു. ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് സഹായധനം സ്വരൂപിച്ചു. 3 ലക്ഷം രൂപയോളം ഇത്തരത്തിൽ സ്വരൂപിക്കുകയുണ്ടായി. പുതിയ കണ്ടം വിവേകാനന്ദ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൽ വെച്ച് നടന്ന ചടങ്ങിൽ സഹായധനം കൈമാറി. പഞ്ചായത്ത് അംഗം CH ബാലകൃഷ്ണൻ സഹായധനം കൈമാറുകയുണ്ടായി. മനസ്സാണ്, വളരെ സന്തോഷത്തോടെ ആണ് നമ്മളെല്ലാവരും അത് ചെയ്യുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രധാനം. അപ്പോൾ അശോകൻ്റെ അസുഖം ശരിക്കും ഇന്ന് എല്ലാ തരത്തിലും ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് ഇതിനെ നമുക്ക് കിഡ്നിയും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് അത് കിട്ടാനുള്ള ഒരു പ്രയാസമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു അനുഭവത്തിൽ തന്നെ കണ്ടു ഹൃദയം മാറ്റിവെക്കുന്നത്. അവൻ്റെ എന്തോ ഒരു ഭാഗ്യമായിരിക്കാം അത്.
ഒരുപക്ഷെ ആ രീതിയിലുള്ള സംവിധാനമായിരുന്നു സെറ്റപ്പ് എയർപ്ലെയിനിലൊക്കെ വന്ന് ഹൃദയം മാറ്റിവെക്കുന്ന രീതിയിലേക്ക് എത്തി. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഈ നഷ്ടപ്പെട്ടു പോകുന്ന ഈ അവസ്ഥ അസുഖം വരുമ്പോൾ അതിന് പകരം വെക്കാൻ ആ ഒരു ഇത് കിട്ടാത്തൊരു വലിയൊരു അപാകതയാണ്. ഉദയകുമാർ അധ്യക്ഷനായി. പത്മരാജ് സ്വാഗതവും വിശ്വരാജ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സർക്കാരിന്റെ സഹായഹസ്തം, കടങ്ങൾ എഴുതിത്തള്ളുമെന്ന് മന്ത്രി കെ.പി. മോഹനൻ. ജനസമ്പർക്ക പരിപാടി ലഭിച്ച മുഴുവൻ പരാതികൾക്കും തീർപ്പ് കൽപ്പിക്കും. ഓഗസ്റ്റ് 7-നകം പൂർത്തിയാക്കുമെന്ന് ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന വർഗീയ ശക്തികൾക്കെതിരെ ഡിവൈഎഫ്ഐ. ആഗസ്റ്റ് 1-ന് മതനിരപേക്ഷ ക്യാമ്പയിൻ. KSRTCയെ തകർക്കാനുള്ള തീരുമാനത്തിനെതിരെ വൻ പ്രതിഷേധം. KSRTCയെ തകർക്കാനുള്ള ഗൂഢനീക്കം തിരിച്ചറിയണമെന്ന് KSRT എംപ്ലോയീസ് അസോസിയേഷൻ. തടഞ്ഞുവെച്ച അലവൻസ് ഓണത്തിന് മുമ്പ് നൽകണമെന്ന് ആവശ്യം. സമ്പാദ്യ പദ്ധതി ഏജന്റ് അസോസിയേഷൻ സമരരംഗത്ത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.